Okay students, so we have completed the first part, that is liverworts, first division liverworts. Then second one we are discussing is mosses. So mosses, you know, നമ്മൾ പായൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മോസസ്. സോ മോസസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോയിസ്റ്റ് റീജിയൻസിലൊക്കെ ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ ദ പ്രീഡോമിനൻറ്റ് stage in the life cycle of mosses is gametophyte stage. Both gametophyte and sporophyte stages will be present, but the predominant stage or the important stage will be gametophyte stage. And this gametophyte stage is again divided into two stages. First one is protonema stage and second one is leafy stage. സോ ഗാമറ്റോഫൈറ്റ് സ്റ്റേജും സ്പോറോഫൈറ്റ് സ്റ്റേജും ഉണ്ട്. അതിൽ തന്നെ ഏതാണ് ഡൊമിനൻ്റ് ആയിട്ടുള്ളത്? ഗാമറ്റോഫൈറ്റ് സ്റ്റേജ് ആണ് ഡൊമിനൻ്റ് ആയിട്ടുള്ളത്. ദെൻ ദ ഗാമറ്റോഫൈറ്റ് സ്റ്റേജ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു സ്റ്റേജസ്, പ്രോട്ടോണിമ സ്റ്റേജ് ആൻഡ് ലീഫി സ്റ്റേജ്. സോ ഫസ്റ്റ് വൺ പ്രോട്ടോണിമ സ്റ്റേജ്. സോ പ്രോട്ടോണിമ സ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്പോറോഫൈറ്റ് സ്പോർസ് ഫോം ചെയ്യും, സ്പോർസ് വിൽ ജെർമിനേറ്റ് ടു ഫോം ഗാമറ്റോഫൈറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ പ്രോട്ടോണിമ സ്റ്റേജ് ഡയറക്ട്ലി ഡെവലപ്പ് ഫ്രം ദ സ്പോർ. ഓക്കെ, സ്പോറിൽ നിന്ന് ഡയറക്ട്ലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്, പ്രോട്ടോണിമ സ്റ്റേജ്. ഇറ്റ് ഈസ് എ ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ഫിലമെൻ്റസ് സ്റ്റേജ്. നിങ്ങൾ മോസസ് പായലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലേ, റോക്സിലൊക്കെ ഇങ്ങനെ ക്രീപ്പിംഗ് ആണ്, ഒരു വാസ്റ്റ് ഏരിയ സ്പ്രെഡായിട്ടാണ് കിടക്കുന്നത്. അത് വാസ്റ്റ് ഏരിയ അവർ സ്പ്രെഡഡ് ആണ്. സോ ക്രീപ്പിംഗ്, സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. ക്രീപ്പിംഗ് ബ്രാഞ്ച് ഗ്രീൻ ആൻഡ് ഫിലമെൻ്റസ് സ്റ്റേജ്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രോട്ടോണിമ. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഈസ് ലീഫി സ്റ്റേജ്. So coming to leafy stage, this leafy stage develops from secondary protonema. അതായത് പ്രോട്ടോണിമ ഫോം ചെയ്തു, അതിൽ നിന്ന് സെക്കൻഡറി പ്രോട്ടോണിമ ഫോം ചെയ്യും, അതിൽ നിന്നാണ് ലീഫി സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ലീഫി സ്റ്റേജ് ഡെവലപ്സ് ഫ്രം സെക്കൻഡറി പ്രോട്ടോണിമ. സോ ഫസ്റ്റ് പ്രോട്ടോണിമ ഉണ്ടാവും, ദെൻ പ്രോട്ടോണിമയിൽ നിന്ന് ഒരു സെക്കൻഡറി പ്രോട്ടോണിമ, അതിൽ നിന്ന് ലീഫി സ്റ്റേജ് വിൽ ഡെവലപ്പ്. Then here leaf-like structures will be present. We already know that there will not be any true leaves, stem or root, but instead of that certain leaf-like structures will be present and they will be arranged spirally. Spirally arranged leaves ആയിരിക്കും. അതായത് spirally arranged means ഇപ്പം ഇങ്ങനെയാണ് സ്റ്റെം എങ്കിൽ ഇപ്പം ഇങ്ങനെ 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 സ്പൈറലായിട്ട്, അതായത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്പൈറൽ, നിങ്ങൾ DNA ഷേപ്പൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സ്പൈറൽ ചുറ്റി വരുന്ന ഷേപ്പ്, അങ്ങനെ സ്പൈറലായിട്ടായിരിക്കും ലീഫ് സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ രണ്ട് സൈഡിലോട്ട് ഈക്വൽ ആയിട്ട്, അങ്ങനെയല്ല. അപ്പം ഇതാണ് സ്റ്റെമ്മെങ്കിൽ അവിടെ ഇങ്ങനെ സ്പൈറലായിട്ടാണ് അറേഞ്ച് ചെയ്ത് പോയേക്കുന്നത് ലീഫ് സ്റ്റെമ്മിന് ചുറ്റും. സോ ദാറ്റ് ഇസ് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ്. ദെൻ മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ് വിൽ ബി പ്രസൻറ്റ്. സോ റൈസോയിഡ്സ് നമുക്കറിയാം, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്, റൈസോയിഡ്സ് വിൽ ബി പ്രസൻറ്റ്. ദെൻ leafy stage is the part which contain sex organs. മോസസിൽ സെക്സ് ഓർഗാൻസ് എവിടെയായിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക? ദാറ്റ് വിൽ ബി ഇൻ ലീഫി സ്റ്റേജ്, നോട്ട് ഇൻ പ്രോട്ടോണിമ സ്റ്റേജ്. സോ ദ സെക്സ് ഓർഗാൻസ് required for sexual reproduction will be present in the leafy stage. Okay, so mosses, the predominant stage in mosses is gametophyte, and this gametophyte is divided into two stages, protonema stage and leafy stage. Then protonema stage develops from the spore. It is a creeping branched green filamentous stage. Second stage is leafy stage, which develops from secondary protonema. In leafy stage, leaf-like structures are arranged spirally arranged leaf-like structures. Then rhizoids or root-like structures will be present, and this leafy stage will have sex organs required for sexual reproduction. Then next one we are going to discuss regarding the reproduction in mosses, the process of reproduction. So in mosses, both sexual and asexual reproduction will be present. Then in first one we are discussing asexual reproduction. So regarding the asexual reproduction of mosses, mainly two types of reproduction, asexual reproduction occurs. First one is fragmentation and second one is budding. So asexual reproduction occurs by fragmentation and budding of secondary protonema. So
പ്രോട്ടോണിമ സ്റ്റേജ് നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രോട്ടോണിമ, അതിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് സെക്കൻഡറി പ്രോട്ടോണിമ. സെക്കൻഡറി പ്രോട്ടോണിമയിൽ നിന്നാണ് ലീഫി സ്റ്റേജ് ഫോം ചെയ്യുന്നത്. സോ ദി സെക്കൻഡറി പ്രോട്ടോണിമ, ഇറ്റ് ഈസ് ദ മെയിൻ stage that take part in asexual reproduction. So asexual reproduction occurs by the fragmentation and budding of secondary protonema. Okay, asexual reproduction occurs by fragmentation. You all know what fragmentation is. Then budding. നമ്മൾ ഈസ്റ്റിൻ്റെ ഒക്കെ കേസിൽ പറഞ്ഞില്ലേ, ഒരു ബഡ് ഫോം ചെയ്യും, ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ചെറിയ ബഡ് ഫോം ചെയ്യും. Then later this bud will detaches from the parent organism and it will develops into a new organism. Hydra, yeastilൊക്കെ ഉള്ളതാണ് budding. So fragmentation and budding occurs in secondary protonema in mosses. Then second one is, as you all know, that is sexual reproduction. So sexual reproduction, we all know that the male reproductive part, അത് ബ്രയോഫൈറ്റ്സിൽ നമ്മൾ പറഞ്ഞ അതേ നെയിം തന്നെയാണ് കേട്ടോ. മോസസിൻ്റെ കേസിലും ആന്ത്രീഡിയ, ആർക്കിഗോണിയ. ഓക്കെ, ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് ആന്ത്രീഡിയ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് Archegonia. Okay, male reproductive part will be Antheridia and female reproductive part will be Archegonia. Then the male reproductive part will produce male gametes, female reproductive part will produce female gamete. Then what will happen? The male gamete and female gamete will fuse to form a സൈഗോട്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം ബ്രയോഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം സൈഗോട്ട്, സ്പോർ ഇതൊക്കെ പറഞ്ഞില്ല, അത് തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. അതാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ബ്രയോഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, സോ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആന്ത്രീഡിയ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് നോൺ ആസ് ആർക്കിഗോണിയ. ദെൻ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ വാട്ട് വിൽ ഡെവലപ്പ്? സൈഗോട്ട് വിൽ ബി ഫോംഡ്. ദെൻ this zygote will develops to a sporophyte. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, സൈഗോട്ട് അപ്പോൾ തന്നെ മിയോസിസ് നടക്കില്ല. ഇറ്റ് വിൽ ഡെവലപ്സ് ടു ഫോം എ sporophyte. Then what are the parts in a sporophyte? The sporophyte will have foot, seta and capsule which contain spores. Okay, so the zygote will develops to form a sporophyte which has a foot, seta and capsule, and inside the capsule what will be present? Spores will be present. So the spores will disperse. Okay, later the spores in capsule which is formed as a result of meiosis. Okay, spores, the capsule contains spores and the spores are formed by reduction division. So the spores inside the capsule later germinate to form a new gametophyte. ഇതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞതാണ്. ഓക്കെ, സ്പോറോഫൈറ്റ് സ്റ്റേജ് ഉണ്ട്, അവിടെ എന്തുണ്ട്? സ്പോർസ് ഉണ്ട്. സ്പോർസ് ഡിസ്പേഴ്സ് ആയി കഴിഞ്ഞിട്ട് ദേ വിൽ ഡെവലപ്പ് ഓർ ജെർമിനേറ്റ് ടു ഫോം ഗാമറ്റോഫൈറ്റ്. So these are the important things you have to study in case of mosses. Sexual reproduction same to നമ്മൾ ബ്രയോഫൈറ്റിൽ പറഞ്ഞ അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. Then regarding the examples of mosses, so നമ്മൾ ലിവർ വേർഡ്സിന് എക്സാമ്പിൾ പറഞ്ഞിരുന്നു ഒരെണ്ണം മർക്കാൻറ്റിയ. ആ ഒരെണ്ണമാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലിവർ വേർഡ്സിൽ, ദാറ്റ് ഈസ് മർക്കാൻറ്റിയ. Then in case of mosses the examples include first one Funaria. Okay, Funaria is an example. Then നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്ഫാഗ്നം, പീറ്റ് ഫോം ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, സ്ഫാഗ്നം. സോ സ്ഫാഗ്നം ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ മോസസ്. സോ ഫ്യൂണേറിയ, സ്ഫാഗ്നം, ദീസ് ആർ എക്സാമ്പിൾ ഫോർ മോസസ്. ഇതിൽ ഫ്യൂണേറിയ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ അതിൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ലൈവ് ക്ലാസ്സിൽ കാണിച്ചു തരാം. ഈ ഫ്യൂണേറിയയുടെ സ്ട്രക്ചർ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ഇമേജ് ആയിട്ട് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫ്യൂണേറിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് മോസാണ്. ഓക്കെ, സോ ദീസ് ആർ ദ 2 എക്സാമ്പിൾസ് ഫോർ മോസസ്. സോ ഇതോടെ നമ്മുടെ ബ്രയോഫൈറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ചെറിയൊരു കിങ്ഡം ആണ് കേട്ടോ, വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് പ്ലാന്റ് കിങ്ഡത്തിലെ. പക്ഷെ നമ്മൾ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും ക്ലാസ്സസ് വേണ്ടി വന്നത്. അപ്പോൾ ബ്രയോഫൈറ്റ വളരെ ചെറിയൊരു പാർട്ടാണ്, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. കാരണം അവിടെ ബ്രയോഫൈറ്റയിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മോസസിലും വരുന്നത്. ഓക്കെ, സോ വി ഹാവ് കംപ്ലീറ്റഡ്
two divisions of Bryophyta, that is liverbirds and mosses.